തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുകൾ നേടിയിരിക്കുന്ന താങ്കളുടെ പരാമർശത്തെ മലപ്പടിക്കാരുടെ ശബ്ദമെന്നാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ SFP ജനറൽ സെക്രട്ടറി പറയുന്നത്. അല്ല, അത് അദ്ദേഹം പറഞ്ഞതിനുള്ള മറുപടി ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടല്ല. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണമെന്ന് മാത്രമല്ല എൻ്റെ അഭ്യർത്ഥന. ഇനി അസംബ്ലി ഇലക്ഷൻ വരുന്നതിന് എൻ്റെ ഇടയിൽ എല്ലാ ആഴ്ചയും അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടാകണം എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഞാൻ പറയേണ്ട കാര്യത്തിന് ഞാൻ മറുപടി പറഞ്ഞോളാം. ഞാനൊന്നും അദ്ദേഹത്തെ ഒന്നും വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും പറയില്ല. അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹത്തിരിക്കുന്ന സ്ഥാനം, ആ സ്ഥാപനത്തോടൊക്കെ ഞങ്ങൾക്ക് നല്ല ബഹുമാനവും എല്ലാം ഉള്ള, ഗുരുദേവനെ ബഹുമാനിക്കുന്നവരെ ഞങ്ങളെല്ലാവരും. അപ്പോൾ അദ്ദേഹം അങ്ങനെ വേറെ എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ട് പറഞ്ഞാൽ ഞാൻ സഭ്യമായ ഭാഷയിൽ നല്ല രീതിയിൽ മറുപടി പറയണം. എൻ്റെ ഒരു അഭ്യർത്ഥന, ഇലക്ഷൻ കഴിയുന്നത് വരെ എല്ലാ ആഴ്ചയിലും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഈ ഇലക്ഷന് മുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന നല്ലതായിരിക്കും. ഞങ്ങൾ അല്ല, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഇനിയും അത് അങ്ങനെ തുടരണം, സന്തോഷമായിരിക്കും എന്നേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇപ്പോൾ ഒരു ചർച്ചയില്ല, ഒരു പാർട്ടികളായിട്ട് ചർച്ച ചെയ്യുന്നില്ല, ആരെയും അതിനു വേണ്ടിയിട്ട് അധികാരപ്പെടുത്തിയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF കുറേ കൂടി ഇപ്പോൾ ശക്തമായ അടിത്തറയാണ്. ഞാൻ പറഞ്ഞല്ലോ, കുറേ പാർട്ടികളുടെ കോൺഫെഡറേഷൻ മാത്രമല്ല, ഒരുപാട് സാമൂഹ്യ ഘടകങ്ങളുള്ള ഒരു കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം UDF ആണ്. കേരളത്തിലെ, ഞാൻ അഭിമാനത്തോടു കൂടി പറയാം, കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം. LDF ഒന്നും അതിൻ്റെ അടുത്ത് നിൽക്കില്ല. ഇപ്പോൾ തന്നെ കണ്ടില്ലേ എത്ര ലക്ഷം വോട്ടാ വ്യത്യാസം മനസ്സിലായില്ലേ? അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെയും കവർ ചെയ്ത് വന്നപ്പോൾ ഒരു 10-15 ലക്ഷം വോട്ടാണ് ഞങ്ങൾ 5 കൊല്ലം കൊണ്ട് കവർ ചെയ്തേക്കണം. 10-15 ലക്ഷം വോട്ടാണ്. കേരളത്തിൽ 15 ലക്ഷം വോട്ടിൻ്റെ മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പെർസെൻറ്റേജാണ്. അത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഞങ്ങൾ ഇലക്ഷൻ നേരിടുന്ന പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഇതിനേക്കാൾ വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആയിരിക്കും, ഇതിനേക്കാൾ വിപുലീകരിക്കപ്പെട്ട പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്ന UDF. ഞാനതൊന്നും പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു പാർട്ടിയായിട്ട് ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നില്ല. നിയമസഭാ അടിസ്ഥാനത്തിൽ അങ്ങ് ഇപ്പോൾ വോട്ടിന്റെ കണക്ക് പറഞ്ഞാൽ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ വിഭജിക്കുമ്പോൾ അതേ കണക്കല്ല വരുന്നത്. വലിയ തരത്തിലുള്ള തിരിച്ചടി LDF-ന് ഇല്ല, UDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. അതായത് ഞാനത് പറയണത് MV ഗോവിന്ദനും ശ്രീ പിണറായി വിജയനും ഒക്കെ പറയുന്നത് അങ്ങനെ തന്നെ അവർ വിചാരിച്ച് പൊക്കോട്ടെ എന്നാണ് ഞങ്ങളുടെ ധാരണ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജയിക്കാനും CPM-നെ തോൽപ്പിക്കാനും ഇത്രയും പാടില്ല. തോറ്റെന്ന് CPM-നൊന്ന് ബോധ്യപ്പെടുത്താനാണ് വലിയ പാട്. അപ്പോൾ തോറ്റൊന്നും ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അതേ രീതിയിൽ അങ്ങോട്ട് മുമ്പോട്ട് പോവുക. ഒന്നും പറ്റിയിട്ടില്ല, ഒരു ക്ഷതം ഏറ്റിട്ടില്ല എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോവുക CPM. ഇത് തന്നെ നല്ല അസസ്മെൻ്റാണ്. ഇത് ഇങ്ങനെ തന്നെ പോകണം. ഒന്നും പറ്റിയിട്ടില്ല ഈ ഇലക്ഷനിൽ. ജനങ്ങൾ പ്രതികരിച്ചിട്ടില്ല. ജനങ്ങൾ ഈ നമ്മുടെ ഭരണവിരുദ്ധ വികാരം ഇല്ല. ജനങ്ങൾ ഇപ്പോഴും നമ്മളുടെ കൂടെയാണ്. ഒരു കോട്ടവും LDF-ന് ഉണ്ടായിട്ടില്ല, UDF-ന് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല എന്നാണ് CPM-ന്റെ LDF-ന്റെ അസസ്മെൻ്റ് എങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അങ്ങനെ തന്നെ, വേറെ അത് വലിയ മാറ്റമൊന്നും വരുത്തില്ല, ഇങ്ങനെ തന്നെ പോയാൽ മതി. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയം മുൻനിർത്തി BJP വലിയ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയത് പ്രചാരണം നടക്കുന്നു. പക്ഷേ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്ര ഒരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അല്ല, അവർക്ക് സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. അവർക്ക് സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്, അവർക്ക് 50 സീറ്റ് കിട്ടിയിട്ടുണ്ട്. നിസ്സാരമായൊരു കാര്യമല്ല. CPM-ന്റെ കയ്യിൽ നിന്നാണ് ഈ സീറ്റുകൾ മുഴുവൻ പോയത്. ഞങ്ങളുടെ സീറ്റ് ഏകദേശം ഇരട്ടിയായി, UDF-ന്റെ സീറ്റ് ഇരട്ടിയായി. എന്നാലും ഞങ്ങൾ ഹാപ്പിയല്ല, പോരാ, കുറച്ചുകൂടി സീറ്റുകൾ കിട്ടണമായിരുന്നു. നല്ല വർക്ക് നടത്തി, നല്ല ശ്രമം നടത്തി. വളരെ മോശമായ ഒരു അവസ്ഥയിൽ നിന്നാണ് ശ്രീ K മുരളീധരൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നല്ല വർക്ക് നടത്തിയത്. നല്ല ഡബിളായി. CPM-ന്റെ ആണ് ഇറോഷൻ, CPM-ന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് അവർക്ക് സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ ചെറുതായി കാണണ്ട. പക്ഷേ സംസ്ഥാനത്ത് BJP-യുടെ വോട്ടിംഗ് ശതമാനം താഴേക്കാണ് പോകുന്നത്. സംസ്ഥാനത്ത് ടോട്ടൽ തിരുവനന്തപുരത്ത് അവർ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടില്ല എന്ന് നമ്മൾ പറയണ്ട. സംസ്ഥാനത്ത് BJP താഴോട്ടാണ് പോകുന്നത്. BJP-ക്ക് ഒരു കുതിപ്പുണ്ടാക്കാൻ സംസ്ഥാനത്ത് പറ്റിയില്ല, താഴോട്ടാണ് പോകുന്നത്. പല ജില്ലകളിലും വളരെ മോശം പെർഫോമൻസാണ് BJP. അവർ പ്രതീക്ഷിച്ച പോലെയോ അവർ പറഞ്ഞ പോലെയോ ഒന്നും അവർക്ക് പെർഫോം ചെയ്യാൻ ഈ ഇലക്ഷനിൽ പറ്റിയിട്ടില്ല. തിരുവനന്തപുരത്ത് അവരുണ്ടാക്കിയിട്ടുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. നമ്മളെന്തിനാ ഉള്ളത് കാണാതെ പോകുന്നത്? എന്തിനാ? കണ്ടാതെ പോയാൽ നമ്മുടെ ഈ CPM കണക്ക് കൂട്ടുന്ന പോലെ ആവും കണക്ക്. 50 സീറ്റ് അവർക്ക് കിട്ടിയിട്ട് അവർക്ക് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ